ഇത് കുളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ പുല്ലൂർ താലൂക്കിലെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രം. ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് കല്ലടയാർ ഒഴുകുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രം. 2025 ഏപ്രിൽ 4 വെള്ളി മുതൽ 18 വെള്ളി വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മേടവിഷു മഹോത്സവവും നടക്കുന്ന തിരക്കിലാണിപ്പോൾ. ശ്രീധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ആറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾക്ക് മത്സ്യയൂട്ട് ഇവിടെ നടത്തിപ്പോരും. മലയാള മാസം മീനം 21 മുതൽ മേടം 5 വരെയാണ് ഇവിടെ ഉത്സവങ്ങൾ നടന്നു പോകുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മേടവിഷു മഹോത്സവത്തിനും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ബാലശാസ്താവാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം. മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായി പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. സഞ്ചാരപ്രിയനായിരുന്ന ഒരു ആചാര്യശ്രേഷ്ഠൻ കുളിക്കാനായി ആറ്റിലിറങ്ങി. ഒപ്പമുള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പുകല്ല് സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം എപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നു. എത്ര മാറ്റി വെച്ചിട്ടും ശരിയാവുന്നില്ല. അങ്ങനെ അവർ ആ കല്ല് പൊട്ടിക്കുവാൻ തുടങ്ങി. ശക്തിയുള്ള ഇടിയിൽ കല്ല് 8 പിളർന്നു. ഇതിൽ നിന്നുണ്ടായ രക്തപ്രവാഹം കണ്ട് സംഘാംഗങ്ങൾ ബോധം കെട്ടു വീണു. വിവരമറിഞ്ഞെത്തിയ ആചാര്യശ്രേഷ്ഠൻ ധ്യാനത്തിൽ ചിതറിത്തെറിച്ച കല്ലിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി. വിവരമറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനം അദ്ദേഹം നൽകി. ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു. നാടിൻ്റെ ദേവനെ കണ്ടെത്തിയ കോട്ടാത്തല കുടുംബത്തിന് പ്രതിഫലമായി 150 പറ നിലവും കരയും രാജാവ് നൽകി. രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം അവരുടെ കീഴിലായി.